എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MBBS BDS കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in/scheme2025/ എന്നുള്ള പേജിലൂടെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ MBBS BDS കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in/scheme2025/ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, അതുപോലെ തന്നെ ആക്സസ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നമ്പേഴ്സ് കാണാം. അത് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗെറ്റ് OTP എന്നുള്ളൊരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നീട് നേരത്തെയുള്ള ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് തന്നെയാണ് വരിക. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. ചില സമയത്ത് ചില വിദ്യാർത്ഥികൾക്ക് ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഇതുവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ നേരത്തെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുകയും അഡ്മിഷൻ നേടാതിരിക്കുകയും ചെയ്ത വിദ്യാർത്ഥികളോ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അതേസമയം നേരത്തെ അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തു അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ, അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഫീസിൻ്റെ ആ ഒരു ഭാഗം കാണിക്കില്ല. നേരിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്കാണ് പോവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 5000 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഫീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടാകും. അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകൾ ഓപ്ഷനായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ ഏതെങ്കിലും കോഴ്സുകളിൽ കീം വഴി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ സമർപ്പിക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പുതുതായിട്ട് കിട്ടുന്ന കോഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിലവിൽ ഈ ഒരു MBBS BDS കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷനുകൾ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ വളരെയധികം സിമ്പിളാണ്. നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കൺഫേം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കൺഫേമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓപ്ഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിലോ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലോ ആഡ് ചെയ്യാവുന്നതും അതുപോലെ തന്നെ ഓപ്ഷൻ റീഅറേഞ്ച് ഒക്കെ ചെയ്യാവുന്നതും അതിനുശേഷം സേവ് ചെയ്യാവുന്നതും ആണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിലവിൽ ഹയർ ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കൺഫർമേഷൻ എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളത്. ആദ്യമായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നേരിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നോക്കാം. കീം 2025 MBBS BDS കോഴ്സിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കൺഫർമേഷൻ രജിസ്ട്രേഷനുള്ള അവസരം കേരളത്തിലെ സർക്കാർ കോളേജുകളിലെ സ്വാശ്രയ കോളേജുകളിലെയും 2025 വർഷത്തെ MBBS BDS കോഴ്സിലേക്കുള്ള സംസ്ഥാന കോട്ട സീറ്റുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. അതായത് MBBS BDS കോഴ്സുകളിലെ നിലവിലുള്ള ഹയർ ഓപ്ഷനുകൾ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓൺലൈൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും നടത്തേണ്ടതാണ്. ഓൺലൈൻ കൺഫർമേഷനെ തുടർന്ന് ഹയർ ഓപ്ഷനുകൾ പുനഃക്രമീകരണം, ആവശ്യമില്ലാത്തവ റദ്ദാക്കൽ എന്നിവയ്ക്ക് സൗകര്യം 23/9/2025 രാവിലെ 11 മണി വരെ സൗകര്യം ലഭ്യമായിരിക്കും. ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ അതിനുള്ള സൗകര്യം ലഭ്യമാകുന്നതാണ്. ഒന്നാം ഘട്ടത്തിൽ MBBS BDS കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിച്ചവരും ഓപ്ഷൻ നൽകിയിട്ടും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തവരും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും നടത്തേണ്ടതാണ്. ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവരുടെ MBBS BDS വിഭാഗങ്ങളിലെ ഹയർ ഓപ്ഷനുകൾ റദ്ദാകുമെന്നതിനാൽ ഭാവിയിലുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റുകളും പരിഗണിക്കുന്നതല്ല. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയില്ലെങ്കിലും ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നതായിരിക്കും. ആദ്യഘട്ടത്തിലെ അലോട്ട്മെൻറ്റിലൂടെ ഏതെങ്കിലും മെഡിക്കൽ ദന്തൽ കോളേജുകളിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത സീറ്റിൽ താല്പര്യമില്ലാത്ത പക്ഷം 22/9/2025 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിടുതൽ നേടാവുന്നതാണ്.
എന്നാൽ അത്തരം വിദ്യാർത്ഥികൾക്ക് തുടർന്നുള്ള കേന്ദ്രീകൃത അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇതിൽ കൺഫർമേഷൻ ചെയ്ത് മറ്റൊരു കോളേജിലേക്ക് മാറുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കാസർഗോഡ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വയനാട് എന്നീ കോളേജിലേക്ക് ഈ ഒരു അവസരത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സൗകര്യം ലഭ്യമാണ്. 23/9/2025 രാവിലെ 11 മണി വരെ ലഭിക്കുന്ന ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ MBBS BDS കോഴ്സിലേക്കുള്ള രണ്ടാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റ് 24/9/2025 പ്രസിദ്ധീകരിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് അല്ലെങ്കിൽ ബാക്കി തുക ബാധകം ആണെങ്കിൽ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 23 രാവിലെ 11 മണി വരെയാണ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുക. സെപ്റ്റംബർ 24 താൽക്കാലിക അലോട്ട്മെൻറ്റ്, സെപ്റ്റംബർ 25 മെയിൻ അലോട്ട്മെൻറ്റ്, അതുപോലെ സെപ്റ്റംബർ 26 മുതൽ 30 വരെയാണ് അഡ്മിഷൻ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടും, പഠനം തുടരും എന്ന് ഉറപ്പുള്ള കോളേജിലേക്കും കോഴ്സുകളിലേക്കും മാത്രമേ ഓപ്ഷനുകൾ നൽകാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. താല്പര്യമില്ലാത്ത കോഴ്സിലേക്ക് ഓപ്ഷനുകൾ കൊടുക്കാൻ, അതായത് താല്പര്യമില്ലാത്ത കോളേജിലേക്ക് ഓപ്ഷൻ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജിലേക്കും കോഴ്സിലേക്കും മാത്രമേ ഓപ്ഷൻ കൊടുക്കാവൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.